ഇന്നത്തെ വീഡിയോ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നല്ല പെർഫെക്റ്റും സോഫ്റ്റുമായി എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും മാറ്റി വയ്ക്കേണ്ടതില്ല. മാവ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് രാത്രി കിടക്കാൻ പോകുമ്പം കുതിർക്കാനിട്ടതിന് ശേഷം രാവിലെ ആയപ്പം വെള്ളമെല്ലാം വാർത്തെടുത്ത പച്ചരിയാണിത്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് മധുരത്തിനായി 2 ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തു. ഇനി നമുക്കത് തണയുന്നതിനായി മാറ്റി വയ്ക്കാം. എന്നിട്ട് അരിച്ചെടുക്കാം. അരി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നീട് ഒരു 3 ഏലക്കാൻ്റെ കുരുവും അതിലേക്ക് ഇട്ട് കൊടുത്തു. ശർക്കര പാനിയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തണുത്ത ശർക്കര പാനിയാണ് ഒഴിച്ചത്. പിന്നീട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത മാവാണിത്. ഇനി നമുക്ക് മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ശർക്കര പാനിയും അരിയും കൂടി അടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തെടുത്തിട്ട് നെയ്യിൽ വറുത്തെടുക്കാം. അത് തണഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് മാവിലോട്ട് ഇടേണ്ടത്. പിന്നീട് മാവിലോട്ട് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മൈദയും തേങ്ങാക്കൊത്തും 1 നുള്ള് ഉപ്പും എള്ളും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. മാവിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇത് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 നുള്ള് ബേക്കിംഗ് സോഡയും ഇട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ അത് അലിയുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ ഉപയോഗിച്ച് ഞാൻ നന്നായി കുഴച്ചെടുത്തു. ഞാനിത് റെസ്റ്റ് ചെയ്യാൻ അധികം സമയമൊന്നും വെക്കുന്നില്ല. ഒരു 3/4 മണിക്കൂറേ വെക്കുന്നുള്ളൂ. കൈകൊണ്ട് കുഴച്ചതിന് ശേഷം ഞാനൊരു 3/4 മണിക്കൂർ മൂടി വെച്ചു. മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ചും കൂടി 1 സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് പാകപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഈ പാകമാണ് ഞാൻ ആക്കിയത്. അധികം കട്ടിയില്ല, നല്ല ലൂസും അല്ല. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിന് വേണ്ടി എണ്ണ ചൂടായ ശേഷം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ചുട്ടെടുക്കുന്നുണ്ട്. 1 കരണ്ടി മാവ് ഒഴിച്ചു. ഒരു സൈഡ് നന്നായി വെന്തതിന് ശേഷം നമുക്ക് അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് നമുക്ക് സമയം വളരെ കുറച്ച് മതി. രാത്രി പച്ചരി വെള്ളത്തിലിട്ടത് കൊണ്ട് രാവിലെ അത് കഴുകി അത്രയും സമയം മതി. പിന്നെ കുതിർക്കാൻ അധികം സമയം വെച്ചിട്ടില്ല. പിന്നെയും 1 കരണ്ടി കൂടി ഒഴിച്ചു കൊടുത്തു. നെയ്യപ്പം നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ ഞാൻ ആ മാവ് കൊണ്ട് എല്ലാ അപ്പവും നെയ്യപ്പവും ചുട്ട് കഴിഞ്ഞു. ഇതാ പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ആരോടിയിട്ടൊക്കെ ഉണ്ട്. നല്ല രുചിയുണ്ട് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.